കണ്ണൻകുട്ടിയേ കണ്ണൻകുട്ടി ഇപ്പം മിടുക്കനായിട്ട് കിടക്കാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നെറ്റിപ്പട്ടത്തിൻ്റെ ഓർഡറുകളൊക്കെ. അതിപ്പോൾ എഴുതിയൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. വാട്സപ്പിൽ തന്നെയൊക്കെ ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കാറ് പതിവ്. പക്ഷേ അത് മറന്നു പോകും. അപ്പോൾ ഞാനതൊക്കെ എഴുതിയൊക്കെ വെക്കും. പിന്നെ ചെറിയ എഴുത്ത് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും ഉച്ച നേരത്ത്. അപ്പോൾ ഒരാൾ എവിടെ വിളിച്ച് കളിക്കുക. അപ്പോൾ കണ്ണൻ ഇവിടെ ഇങ്ങനെ കമഴ്ത്തിയും ചെരിച്ചൊക്കെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എഴുതുന്നതൊക്കെ കാണുമ്പോൾ ആൾ ബുക്ക് പിടിക്കാനും, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആളിങ്ങനെ വരുന്നുണ്ട്. വലിയ കുറുമ്പുകളൊന്നും കാണിക്കാണ്ടൊക്കെ, എന്താ വലിയ കുറുമ്പൊന്നും കാണിക്കാണ്ട് ആളിങ്ങനെ ചെരിഞ്ഞും കമഴ്ന്നും അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം മടിയാണ്. ആദ്യമൊക്കെ ഭയങ്കര മടി, ചെരിഞ്ഞ് കിടക്കുക കമഴ്ന്ന് കിടക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യമാണ്, മടിയാണ്, കരച്ചിലാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇപ്പം നല്ല കുട്ടിയാണ്. ബുക്ക് പക്ഷെ ആകെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൈ വായയിൽ കിട്ടിയാൽ ഞങ്ങൾ കടിക്കും. ഞങ്ങൾ പട്ടിക്കുട്ടിയാവും അപ്പോൾ, അല്ലേ വേണ്ട? അപ്പം ഞങ്ങൾ പട്ടിക്കുട്ടിയാവും. കൈ വായയിൽ കിട്ടിയാൽ കടിക്കും. ഇത് ഇന്നാളത്തെ ബുക്കാണല്ലോ ഈ ചേട്ടൻ ബോൾ പിടിച്ചിരിക്കണ ചേട്ടൻ, അല്ലേ? കണ്ണൻ എഴുതുന്നുണ്ടാ? കടയിൽ താപ്പ് കിട്ടുമ്പോൾ കൊണ്ടുപോകണം കൈ കടിക്കേ. വേണ കൈ കടിച്ചോ. അയ്യോ മൂക്ക് പോവല്ലടാ, മൂക്ക് പോവല്ലടാ സുന്ദര. അപ്പോൾ ഇങ്ങനെ അവൻ ചെരിഞ്ഞും കമ്മളെന്നൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം അവൻ മടി കാണിച്ചിരുന്ന, അല്ലെങ്കിൽ അവൻ ചെയ്യാൻ സമ്മതിക്കാതിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുമ്പോൾ അത് നമുക്ക് സന്തോഷമാണല്ലോ. കമഴ്ത്തിയൊക്കെ കിടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പരം ദേഷ്യം കാണാനുണ്ട്. കണ്ട അങ്ങോട്ട് പോകാൻ നോക്കണോക്കെ, നിവർന്ന് പോകാൻ നോക്കണോക്കെ. അതിപ്പരം ദേഷ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ കാണാൻ. ചെരിഞ്ഞ് കിടക്കുന്നതും ഇഷ്ടമല്ല. അവനെപ്പോഴും മലർന്ന് ഇങ്ങനെ കിടന്നിട്ട് മറ്റേ മോഹൻലാലിൻ്റെ പോലെ സൈഡൊക്കെ ചെരിഞ്ഞ്, മറ്റേ ഇടത് സൈഡിലേക്കാണല്ലോ ചെരിഞ്ഞ് കിടക്കുള്ളൂ, ഇടത് ഭാഗമൊക്കെ തിരിഞ്ഞ് കിടക്കാനാണ് അവനിഷ്ടം. മോഹൻലാലാ കണ്ണ മോഹൻലാലത്? ലാലേട്ടാ, കണ്ണേട്ടാ, ആണോ 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 ആണോ? ഏത് കണ്ണേട്ടൻ? അമ്മയുടെ കണ്ണേട്ടൻ ഏത്? ലാലേട്ടനോ കാണാൻ സിനിമ കാണായിരുന്നു കേട്ടോ. എൻ്റെ വീട് അപ്പൂൻ്റെയും കണ്ട് ഇങ്ങനെ സുഖം പിടിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് ഞാനെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കുറേ കുളി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ടി വി ഒക്കെ വെച്ച് ഹാളിലായിരിക്കും. അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടെങ്കിൽ ചെയ്യും. കണ്ണന് 2 പ്രാവശ്യം ഫുഡൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉച്ച നേരത്ത് പിന്നെ റൂമിലേക്ക് വരും. റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് എഴുത്ത് പരിപാടികൾക്കൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നതാണ്. അത് കഴിയുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കിടക്കും. ഒന്ന് കിടന്ന് കഴിയുമ്പോൾ കിടക്കണില്ല ഞങ്ങളിവിടെ ഇരുന്ന് കളിക്കും. കണ്ണനെ അവിടെ നിന്ന് റൂമിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ആൾക്ക് വിഷമമായില്ല. ആൾ സിനിമ കണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം ഞാൻ കണ്ണൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ടെണ്ടടേ ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അത് കാണാൻ ടെണ്ടടേ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഉണ്ടല്ലോ. അപ്പോൾ ആൾ നോക്കല്ലേ റൂമിലേക്ക്, എന്തോ സംഭവം ഉണ്ടല്ലോ. ആളിങ്ങനെ എല്ലാവരും തെരഞ്ഞ് പറ്റിച്ചാമ്മ അടിക്ക് ഒരു പെടതാ തയ്യോ, ഒരടി തയ്യോ. അത് പറഞ്ഞപ്പോൾ ദേഷ്യം വന്ന്, വെറുതെ എന്തിനാ മര്യാദയ്ക്ക് ഇരുന്ന കൊച്ചിന് ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് കരയിപ്പിക്കണേ അല്ലേ കണ്ണ. പക്ഷെ ആരാന്നറിയോ, കണ്ണനൊരു കുഞ്ഞി കുറുമ്പനൊക്കെയാണ്. പിന്നെ ഇവനിങ്ങ എങ്ങടെ പോണേ? ഇവനെങ്കിലും ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, അച്ഛനും കല്യാണിയും വന്നിട്ട്. കണ്ണനെ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കൊണ്ടുപോകണ കണ്ണാ? അയ്യോ എന്താ സന്തോഷം. വാ പോട്ടെ, അങ്ങോട്ട് വണ്ടി പോട്ടെ. മലർന്നേ അങ്ങോട്ട് തിരിഞ്ഞേ, അങ്ങോട്ട് പോയേ. നോക്കട്ടെ അങ്ങോട്ട് പോയേ, തന്നെ പോയേ. അമ്പോ തന്നെ പോന്നാ, തന്നെ തിരിഞ്ഞാ. വായടച്ച് പിടിക്കേ, വായച്ച് വെച്ചിടേ. എന്നാ ഡീസൻ്റായിട്ട് കിടക്കടാ, ഡീസൻ്റായിട്ട് കിടക്ക്. വായും തുറക്കണ്ട്. ഇന്ന് പോരുണ്ടാ വൈകിട്ട്? ടാറ്റ. പോരുന്നുണ്ടാ? കൊണ്ടുപോകണില്ല, ഇവിടെ കിടത്താൻ പോവാ. കൊണ്ടുപോകണില്ല. എവിടെ പുതിയ ഉടുപ്പിരിക്കണേ? അവിടെ അരമാരയിലുണ്ടെന്ന്. അതിലുടുപ്പിരിക്കണേ. പോയാലോ? ഫാൻ ഓഫ് ആക്കി അമ്മ. ഫാൻ ഓഫ് ആക്കി.
നിങ്ങളപ്പോൾ പോകുന്ന പറഞ്ഞത് വേറെ ഇങ്ങോട്ട് അല്ല കേട്ടോ, വീട്ടിലേക്കൊന്ന് പോകണം. അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്, അപ്പം അതിനൊന്ന് കൂടാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണം. അപ്പം ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, കണ്ണൻകുട്ടിയുടെ കാല് ചില സമയത്തൊക്കെ അവനിങ്ങനെ ഭയങ്കരമായിട്ട് വളച്ച് വെക്കുള്ളൂ. അതിപ്പോഴും ഉണ്ട് കേട്ടോ, ഇന്നും ഉണ്ട് വളച്ച് വെക്കുള്ളൂ. പക്ഷെ നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നല്ല പോലെ കണ്ട്, ഇപ്പം കണ്ടില്ലേ നിവർന്ന് തന്നെ നല്ല പോലെ ഇരിക്കണം. പക്ഷെ അതങ്ങോട്ട് വളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ വളച്ചെന്നെ വെക്കണം എന്നുള്ളതാണ്. പിന്നിലേക്ക് നൈറ്റിൽ കിടന്നപ്പോൾ ഞാൻ ആ കുഷ്യനെ മറ്റേ ആ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതും ഒക്കെ വെച്ച് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത രീതി കിടന്ന് നോക്കണത്. അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ഇരിക്കും, നീങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ ഞാൻ അവനെ നോക്കുക. ഇടി കള്ളി, നീ ഇന്നലെ എന്നെ പൂട്ടിയല്ലേ അല്ലേ എന്നാ അങ്ങനെയല്ല നീ പറയാൻ തന്നെ. ഇടി കള്ളിയമ്മേ, നീ എന്നെ പൂട്ടിയല്ലേ ഇന്നലെ. എവിടെ അമ്മ പൂട്ടിയെന്നല്ലേ? അമ്മ എവിടെ നിന്നല്ലേ പൂട്ടി രാത്രി? അവിടെ പൂട്ടി വെച്ചിട്ട് ഞങ്ങൾ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മളയ്ക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആക്കി. ഭയങ്കര സൂത്രമാണ് കേട്ടോ. സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൂത്രം. ഞാൻ അവനെ അറിയാണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ട് പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ അത് വളയ്ക്കാതിരിക്കാൻ വേണ്ടിയല്ലേ കാരണം അമ്മ അത് അങ്ങനെ ചെയ്യണേന്ന്. അപ്പം അവനത് മനസ്സിലായി. അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്, ഞാനിപ്പോൾ കരയും എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾ കരച്ചിലൊക്കെ തുടങ്ങി. അല്ലേ അണ്ണാ? അല്ലേ അണ്ണാ? നോക്കിയേ, തന്നെ ഇരുന്ന് നോക്കിയേ, കുറച്ചു നേരം കൈ കുത്തിച്ചിരിക്കി. അതന്നെ, തന്നെ ഇരിക്കി. ഒരു ബലമൊക്കെ വരട്ടെ അങ്ങോട്ട്, തന്നെ ഇരിക്കി. ഞാനപ്പോൾ ഇന്ന് ട്രൈപോഡൊന്നും വെച്ച് അങ്ങനെ ഒരു വീഡിയോ ഒന്നും പ്ലാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കണ്ണൻകുട്ടീനെ വെറുതെ അവൻ്റെ ഒരു വിശേഷം കാണിക്കാം, വീഡിയോ മുടങ്ങണ്ട എന്ന് കരുതി മാത്രം. അപ്പോൾ പ്രത്യേകിച്ചൊന്നും അങ്ങനെ സ്പെഷ്യലായിട്ട് പറയാനില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ വേറെ വീഡിയോ ആയിട്ടൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ കണ്ണൻകുട്ടീനെ കാണുക എന്നതാണല്ലോ നിങ്ങൾക്കെല്ലാം പ്രാധാന്യം. അല്ല ഉണ്ണിയേ, ഉണ്ണിയേ. എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? എഴുതാ നമുക്ക് കൊച്ചെഴുതി എഴുതി പഠിച്ചാ? കണ്ണന് എഴുതിയൊക്കെ പഠിക്കൂട്ടാ. കണ്ണന് തറാന്ന് എഴുതാനറിയാം, പറന്ന് എഴുതാനറിയാം, പിന്നെ എന്തിട്ട് അറിയാടാ, പലയല്ല പന അല്ലേ? അമ്മാന്ന് എഴുതാനറിയോ? അമ്മ 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 അമ്മേ ഒന്ന് വിളിച്ചേ, അമ്മേ വിളിച്ചേ, ഒന്ന് വിളിച്ചേ അമ്മ അമ്മേ വിളിച്ചേ, ഒന്ന് വിളിച്ചേ കേക്കട്ടെ. അമ്മേനെ നോക്കിയിട്ട് വിളിച്ചേ, അമ്മേനെ നോക്കിയേ. നോക്കി ഇനി വിളിച്ചേ അമ്മയ്ക്ക് കേൾക്കാൻ അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ലേ? ഒന്ന് വിളിച്ചേ, മറന്നാ? അമ്മേനെ വിളിക്ക്, പിന്നെ അമ്മേനെ വിളിക്കടാ. പിന്നെ അമ്മന്ന് വെച്ചേ, അമ്മേനെ നോക്കിയേ. അമ്മേനെ നോക്കി ഞാൻ അമ്മന്ന് വിളിച്ചേ. വയോ അങ്ങോട്ടിന്നെ ആദ്യം ഞാൻ ഇവിടെ കെടുത്തിട്ടാ. ഞാൻ നോക്കുമ്പോൾ ട്രൈപോഡ് ഇങ്ങനെ ചെരിഞ്ഞ് പോവായിരുന്നു. അപ്പം പിന്നെ ഞാനത് മാറ്റി. പിന്നെ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കാനായിട്ടുള്ള ഒരു ഇതൊന്നും തോന്നണില്ല അല്ലേ? ഞാൻ അമ്മാന്ന് വിളിക്കാന്ന് പറഞ്ഞു. ഇപ്പം തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് അമ്മാന്ന് വിളിക്കാന്നൊക്കെ. പറ്റിക്കണം എന്നെ കണ്ണൻ അല്ലേ? കണ്ണാ അമ്മേനെ പറ്റിക്കണം അല്ലേ? ഒന്ന് വിളിച്ചേ കേക്കട്ടെ, ഒന്ന് വിളിച്ചേ. മൈക്ക് വരട്ടെ, മൈക്ക് എന്നാ വിളിക്കോ? അമ്മ ഒന്ന് വിളിക്കടാ കണ്ണാ. എന്ത് കാണാനത്? അമ്മേനെ ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കാം അമ്മാന്ന്. അങ്ങോട്ട് നോക്കിയിരിക്കാം. കണ്ടിട്ട് വിചാരിക്കുന്നതൊക്കെ ഞങ്ങൾ കൊറേ കണ്ടതാ അല്ലേ?
ഇതൊക്കെ ഞങ്ങൾ കുറേ കണ്ടതാ. അമ്മ അങ്ങോട്ട് നോക്കിയിരിക്കുള്ളൂ. വിളിച്ചേടാ, ഒന്ന് വെറുതെ സൗണ്ട് ഉണ്ടാക്കിയടാ, നമുക്കൊരു സമാധാനത്തിന്. ആ അയക്കടി സൗണ്ട് ഉണ്ടാക്കി, സൗണ്ട് ഉണ്ടാക്കി. അമ്മാന്ന് വിളിക്കും, അമ്മാന്ന് വിളിക്കും, വിളിക്കും, വിളിക്കും. എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്ക്. മോശക്കേടാണെന്നുണ്ടെങ്കിൽ ആളുകളൊക്കെ കളിയാക്കും കാണന്നെ. അയ്യേ, അമ്മാന്ന് വിളിക്കാൻ പോലും അറിയില്ലെന്നൊക്കെ പറഞ്ഞു. ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അവനെന്തോ അവന് പറ്റണില്ലല്ലോ എന്നാ. ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. നടക്കൂടെ കാണാ, ഒരു ദിവസം നടക്കടാ, ഒരു ദിവസം അമ്മ വിളിക്കടാ, അമ്മാന്ന് വിളിക്കടാ, അമ്മാന്ന് വിളിക്കടാ. അമ്മ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോളാടാ. അല്ലേ കണ്ണാപ്പിയെ? കണ്ണാപ്പിയെ നിർത്താം നമുക്ക്. റെഡിയോ? ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. നിർത്താം. ഞാനിട്ട് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ വീഡിയോയിൽ, ഒരു കാലിങ്ങനെ വളച്ച് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ കണ്ടില്ല, ഇപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്തൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ കാലിന് നേരെ വെച്ച് അതേ നേരം സ്റ്റഡി ആയിട്ട് കിടക്കുന്നത്. നമുക്ക് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മനസ്സിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ചില സമയത്തൊക്കെ കാലിങ്ങനെ വളച്ച് വയ്ക്കുമ്പോഴേ, ഇന്നലെയൊക്കെ എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ വളച്ച് വയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. നമ്മളത് ബലം പിടിച്ച് നിവർത്താൻ നോക്കുമ്പോൾ അത് ദേഷ്യം വരും. പക്ഷേ എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവൻ തന്നെ അവൻ്റെ ബോഡി ലൂസാകുമ്പോൾ അവൻ നിവർത്തി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് തടവി കൊടുത്ത് മസാജ് ചെയ്തൊക്കെ കൊടുത്തപ്പോൾ അവൻ നിവർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാൽപ്പാമരാതി കേരെന്ന് പറഞ്ഞിട്ടൊരു ഒരു എണ്ണയുണ്ട്, അതിട്ടിട്ടാണ് കേട്ടോ അവന് മസാജൊക്കെ ചെയ്യുന്നത്. നല്ലതാണ് അത് ചെയ്യുമ്പോൾ. ഒരു എന്താ പറയുക, ഒരു മഞ്ഞ കളർ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മസിൽസ് ബിൽഡ് ചെയ്യാനൊക്കെ അത് ഹെൽപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു അനുഭവം പറയുന്നതാണ് കേട്ടോ. എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. അത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ചെറിയൊരു ഇതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. മസിൽസൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയണം കേട്ടോ. കാരണം എൻ്റെ കാലിൻ്റെ ആ ശോഷിപ്പൊക്കെ ഒന്ന് കുറഞ്ഞതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അല്ലേ കണ്ണപ്പി?